യൂറോപ്പിലേക്ക് വന്നിട്ട് ലോകത്തെ അധികാരത്തിന്റെ വെള്ളിക്കൊടി നാട്ടി മുഹമ്മദീയർ BC AD 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എന്താ ഉണ്ടായത്? ലോകം കണ്ട ഏറ്റവും ഭയാനകമായ സംഭവം ഉണ്ടായി. ഫെർഡിനൻഡ് രാജാവും ഇസബെല്ല രാജ്ഞിയും ഉറുമ്പൻ കൂട്ടം കൊല്ലുന്നത് പോലെ മുഹമ്മദീയരെ കൊന്നു. ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെ മതം മാറ്റി. AD 16-ാം നൂറ്റാണ്ടിൽ മാത്രം യൂറോപ്പിൽ 10 ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികളായിട്ടുണ്ട്. എന്ത് പറഞ്ഞു പോയോ? എന്താ ഞാൻ പറഞ്ഞേ? AD 16-ാം നൂറ്റാണ്ടിൽ ഫെർഡിനൻഡ് രാജാവിന്റെ കാലത്ത് സ്പെയിനിൽ മാത്രം 10 ലക്ഷം മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികളായിട്ടുണ്ട്. പഠിച്ചു നോക്കി, ചരിത്രം പഠിക്കുക. ത്രികോണം എന്നത് ഷിർക്കിന്റെ അടിസ്ഥാനമാണ്. ഏത് മതത്തിലും ത്രികോണം ഷിർക്കിന്റെ അടിസ്ഥാനമാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ. ഏത് മതവും ഷിർക്കിലേക്ക് പോകുമ്പോൾ ഷിർക്കിന്റെ അടിസ്ഥാനമാണ് എന്ത്? ത്രികോണം. ത്രികോണാകൃതിയില എന്ത്? പിരമിഡ്. 15 ലക്ഷം കാലം കണ്ട് കേട്ടി പൊക്കിയത് കയറ്റി ഒരു തരിമ്പ് സിമന്റ് ഏറ്റില്ല. BC 2772-ലാണ്. BC 772-ലാണ് ഹൂഫോയുടെ പിരമിഡ് ഉദ്ഘാടനം ചെയ്യുന്നത്. BC 2772, അതായത് നമ്മളെ 5000 കൊല്ലം മുമ്പ്. ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രകാരന്മാർ അന്ന് അവരാ. അല്ലാതെ എന്തല്ല. നിങ്ങൾ പറയും അവർ പഴഞ്ചന്മാരായിരുന്നു. അതിപ്പോ 25 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ വരുന്ന ജനങ്ങൾ പറയും ഇവിടെ പഴഞ്ചന്മാരായിരുന്നു. അതിനെന്തുവാണുള്ളത്? ഭയങ്കര കഴിവാണ്. അവരാണ് ആദ്യമായി പേപ്പർ ഉപയോഗിച്ചത്. പാപ്പിറസ് ചെടിയെ വികസിപ്പിച്ചത് അവരാണ്. ഫിറഔൻമാർ. നൈൽ നദിയുടെ 2 കരകളിലും എന്തുണ്ടായിരുന്നു? പാപ്പിറസ് ചെടി. 960 കിലോമീറ്ററാണ് നൈൽ നദി ഈജിപ്തിൽ ഒഴുകുന്നത്. പാപ്പിറസ് ചെടി ലോകത്താദ്യമായി ഉപയോഗിച്ചത് ഈജിപ്തുകാരാണ്. ഇന്നും പാപ്പിറസ് മില്ലുകൾ ലോകത്ത് നിലനിൽക്കുന്നത് ഈജിപ്തിലാണ്. നൈൽ നദിയാണ് പാപ്പിറസിന്റെ കേന്ദ്രം. അതുകൊണ്ടാണ് പാപ്പിറസ് ചെടിയിൽ നിന്നാണ് ആദ്യത്തെ എഴുത്തിന് വേണ്ടിയുള്ള കടലാസ് ഉണ്ടാക്കിയത് എന്ന കാരണത്താലാണ്, മനസ്സിലായില്ലേ, പേപ്പർ എന്നൊരു ഭാഷ തന്നെ വന്നത്. അക്കാലത്ത് അവർ പാപ്പിറസ് ചെടികളിൽ വരച്ച ചിത്രങ്ങൾ ഇന്നും നമ്മളെ അത്ഭുതപ്പെടുത്തും. 5000 കൊല്ലം മുമ്പ്. അപ്പോൾ അവര് ചില്ലറക്കാരല്ല, ഭയങ്കര ശാസ്ത്രകാരന്മാരാണ്. അതുകൊണ്ടാണ് മൂസ വന്നപ്പോൾ പറഞ്ഞത് അത് അസാത്തിറുൽ അവ്വലീൻ. ഇതൊക്കെ പണ്ട് നോഹിന്റെ കാലത്ത് നടന്നിരുന്ന കെട്ടുകഥയാണ്. ഇത് നിർത്തിക്കാറാണ്. കാലം പുരോഗമിച്ചു എന്ന് നമ്മൾ പറയുമ്പോൾ മനസ്സിലായില്ല. ഇന്നിപ്പോ ഒരു മതകാര്യം പറഞ്ഞാൽ നമ്മൾ പറയണ്ട, ജനം പുരോഗമിച്ച ഇക്കാലത്ത് പറയല്ലേ, പണ്ടത്തെ വർത്താനല്ലേ. ഈ വാക്കാണ് ആര് പറഞ്ഞിരുന്നത്? ഫിറൗന്മാര്. കാരണം അവർ പുരോഗമിച്ചു. അപാര കഴിവ്. തേന് ആയിരക്കണക്കായ കൊല്ലങ്ങൾ കേടുകൂടാതെ നിലനിൽക്കുമെന്ന് കണ്ടെത്തിയത് ഫിറൗന്മാരാണ്. എന്ത് ചെയ്യും? ഒരു രാജാവിനെ അടക്കം ചെയ്യുന്ന പിരമിഡിൽ ഇഷ്ടം പോലെ കൊണ്ടുപോയിട്ട് തേന് നിറക്കും. കാരണം ഒരു ദിവസം ഇയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടും. അപ്പോൾ അയാൾക്ക് തേൻ കുടിക്കാമല്ലോ. ചിലപ്പോൾ ആയിരക്കണക്കായ കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇയാൾക്ക് ജീവൻ തിരിച്ചു കിട്ടുന്നതെങ്കിലും തേൻ കുടിക്കാമല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? പിരമിഡൊക്കെ 13 ഏക്കറാണ് ഹൂഫുവിന്റെ പിരമിഡ്. 13 ഏക്കറാണ് ഹൂഫുവിന്റെ പിരമിഡ്. ഇങ്ങനെ ഒരു മഹാലോക. അതിൽ അനവധി അറകളിൽ തേനാണ്. മനസ്സിലായില്ല. ഹൂഫുയുടെ പിരമിഡ് 13 ഏക്കർ സ്ഥലത്താണ്. ഇപ്പോഴുണ്ടാണ്. തേന് പിൽക്കാലഘട്ടത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്നാണ് ആധുനിക ശാസ്ത്രം തേന് ശുദ്ധമാണെങ്കിൽ കേടുവരില്ല എന്ന് കണ്ടുപിടിച്ച് ഫിറൗന്മാരിൽ നിന്ന് എടുത്തിട്ടാണ്. മനസ്സിലായില്ല. 5000-6000 കൊല്ലം മുമ്പ് വെച്ച തേനിന് ഇപ്പോഴും ഒരു കേടില്ല. മനസ്സിലാണ്ട് പറഞ്ഞാൽ ചിന്തിക്കുക. ഒരു കേടും വരില്ല. ചിന്തിക്കണം. അപ്പൊ നോക്കൂ നിങ്ങൾ, അവരുടെ കഴിവ് അങ്ങനെയാണ്. പക്ഷെ അവരെന്ത് ചെയ്ത്? അവർ നിഗളിച്ച് ഇതൊക്കെ ഞങ്ങളെ മുതലാണ് എന്ന് അവർ മനസ്സിലാക്കി. പിന്നെന്താണ്ടായത്? وأورثنا الذين وأورثنا
ഫറോവന്മാരുടെ കാലഘട്ടത്തിൽ പീഡിപ്പിക്കപ്പെടുകയും മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്ന ദുർബലന്മാരായ ജനങ്ങൾക്ക് നാം അനന്തരമായി നൽകി. എന്തിന്? ഭൂമിയുടെ കിഴക്കും ഭൂമിയുടെ പടിഞ്ഞാറും ഈ ദുർബല ജനങ്ങൾക്ക് നാം അനന്തരമായി നൽകി. അപ്പോൾ ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ ദുർബലരായി നടന്ന ആളുകളാണ് പിന്നെ അധികാരമാണ്. ഫറോമാരോ ഒന്നുമല്ലാത്ത അടിമകളായി. അവർ അടിമകളാണ്. മാരിയ കബ്തി തറവാട്ടിലുകാരാണ് ഫിറോമാര്. മനസ്സിലായില്ല? അടിമയായി. മാരിയുടെ അസലെന്താ? കബ്തി. അതുകൊണ്ടല്ലേ മാരിയത്തുൽ കബ്തിയ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? കബ്തികൾ ഒരിക്കലും ആരാകാൻ പാടില്ല, അടിമകാൻ പാടില്ല. ഒരു വരണ്യവർക്കല്ലേ. പക്ഷേ ഏടിയ 6-ാം നൂറ്റാണ്ടും ആഴപ്പുഴത്തിന് നമ്മൾ ഒരു മാരിയെ കാണുന്നുണ്ട്. ആ മാരി അടിമപ്പെണ്ണാണ്. ഒരിക്കലും കബ്തികൾ ആരാകൂല, അടിമയാകൂല. അവര് വരണ്യവർക്കല്ലേ. മനസ്സിലായോ? മാരിയത്തുൽ ഖബ്തിയ ആരായിരുന്നു? മുഖൗഖിസിന്റെ അടിമപ്പെണ്ണ്. പാരിതോഷികങ്ങൾ മദീനയിലേക്ക് കൊടുത്തയച്ചപ്പോൾ കൂടെ മാരിയ എന്ന പെണ്ണിനെയും സീരിയൻ എന്ന പെണ്ണിനെയും പുണ്യ റസൂലിന് മുഖൗഖിസ് രാജാവ് യഥേഷ്ടം ഭാര്യയായി വെക്കാനോ ദാനമായി നൽകാനോ വേണ്ടി യഥേഷ്ടം പ്രവർത്തിക്കാനും കൈകാര്യം ചെയ്യാനും രാജാവ് സമ്മാനമായി 2 പെണ്ണുങ്ങളെയും കൊടുത്തയച്ചിരുന്നു മുഖൗഖിസ് രാജാവ്. അന്ന് അലക്സാണ്ട്രിയ ഭരിക്കുന്നത് മുഖൗഖിസ് ആണ്. മനസ്സിലായോ പറഞ്ഞത്? മദീനയിൽ എത്തിയപ്പോൾ സീരിയനെ ഹബീബായ നബി എന്ത് ചെയ്തു? തന്റെ പാട്ടുകാരനായ ഹസ്സാൻ ബിൻ സാബിത്തിന് നൽകി. മാരിയയല്ല, മാരിയ മേരിയാണ്. മനസ്സിലായില്ല? മാരിയയല്ല, മാരിയ മുഖൗഖിസിന്റെ നാട്ടിലെ മേരിയാണ്. മദീനയിൽ എത്തിയപ്പോൾ മാരിയയായി. പക്ഷെ മാരിയ ആരാണ്? ഖിബ്തിയാണ്. ഖിബ്തി എന്ന് പറഞ്ഞാൽ വരേണ്യ വർഗമാണ്. പക്ഷെ 7-ാം നൂറ്റാണ്ടിൽ ഇത് നടക്കുമ്പോൾ ഖിബ്തി ഗോത്രങ്ങൾ ആരാണ്? ആരാണ്? അടിമകളാണ്. എന്നാൽ ഖിബ്തികൾ ആരാണ്? ഒരു കാലഘട്ടത്തിൽ ലോകത്തെ പറക്കുന്ന തറവാട്ടുകാരാണ്. പറഞ്ഞത് മനസ്സിലായോ? ഉറങ്ങാതെ കേൾക്ക് പറയുന്നത് ഒക്കെ അട്ടിമറിക്കാൻ ആർക്ക് കഴിയും? ആർക്ക് കഴിയും? അട്ടിമറിക്കാന്ന് പറഞ്ഞതിന് മേനല്ല. ഇത് ഞാൻ തന്ന പെണ്ണാണെങ്കിൽ ഇത് ഞാൻ എടുക്കൽ അട്ടിമറിക്കലാണോ? അല്ല, എന്റെ മകനെ. നമ്മൾ പറയും അട്ടിമറിയാണ്. മനസ്സിലായില്ല? ഇത് ഞാന് 3 ആഴ്ച മുമ്പ് ഫലസ്തീനിൽ പോണ സമയത്ത് നിങ്ങൾക്ക് കടന്നോട്ടെ, തൽക്കാലം നിങ്ങൾ വെച്ചോ, ഞാൻ വരുന്നേരാണ് ഈ കീശി കുത്തി വെച്ചിരുന്നു. എന്ത് മനസ്സിലായില്ലേ? മൂപ്പര കീശയിൽ ഞാൻ 3 ആഴ്ച മുമ്പ് ഇവിടുന്ന് പോകുമ്പോ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുത്തി വെച്ചിരുന്നു എന്ന് സങ്കല്പിക്കി. പിന്നെ ഞാൻ വന്നപ്പോ ഞാനത് എന്താക്കി? ഇങ്ങോട്ട് എടുത്താൽ നിങ്ങൾ പറയും അട്ടിമറി നടന്നോ. ഇത് അട്ടിമറി അല്ലല്ലോ. എന്റെ മുതൽ ഞാൻ എടുക്കണ അട്ടിമറി പറയും മനുഷ്യന്മാരെ. ജനം പറയും ഇത് അട്ടിമറിയാണ്. ഏത് അട്ടിമറി? സമ്പൂർണാധികാരിക്ക് എന്ത് അട്ടിമറി? അവന്റെ മുതലല്ലേ. പിന്നെ നൂറ്റാണ്ടുകൾ മർദ്ദിതരായി നടന്നിരുന്ന ഇസ്രായേലി ഗോത്രങ്ങൾ കൈകാര്യം ചെയ്തു എന്ത്? അധികാരവും സമ്പത്തും. അതോടുകൂടെ ഓല വിചാരിച്ചു ഓലാണ് മൂപ്പര് എന്റെ പെണ്ണിനെ പറ്റി വിചാരിച്ചതുപോലെ. അതിൽ പിന്നെന്തുണ്ടായത്? ചോദിച്ചോളി, എന്തും ചോദിക്കാം. ഈ ദുനിയാവിൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള എല്ലപ്പ ചോദിച്ചോളൂ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് അധികാരം അത് വന്നിട്ടില്ല. യൂസുഫ് നബി അധികാരത്തിൽ വന്നിട്ടില്ലേ? ഇല്ല. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്ത് ഫിറോൻ തന്നെയാണ് അധികാരി. എന്നാൽ ഫറോവയുടെ മേൽ ഇസ്ലാമിയത്തിന്റെ അധികാരമുള്ള റസൂലായിരുന്നു ആര്? യൂസുഫ് അലൈഹിസ്സലാം ഈജിപ്തിലെ ധനകാര്യമന്ത്രി മാത്രമാണ്, രാജാവല്ല. രാജാവ് അന്നും ഖിബ്തിയാണ്, റയ്യാൻ ഇബ്നുൽ വലീദ്. പ്രധാനമന്ത്രി ധനകാര്യമന്ത്രിമാർക്ക് എന്ത് പറയും? ധനകാര്യമന്ത്രിമാർക്ക് ഈജിപ്തുകാർ അക്കാലത്ത് അസീസ് എന്ന് വിളിക്കും. അസീസ് എന്ന വാക്ക് കേരളത്തിലെത്തിയപ്പോൾ രാജാവിന്റെ പേരാന്ന് വിചാരിച്ചു.
മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്തിൽ പാട്ടുണ്ട് പച്ച നോണ. ഒന്ന് അസീസ് അല്ല അയാളെ പേര് ഖിത്ഫീർ എന്നാണ്. അസീസ് മന്ത്രി കുപ്പായത്തിലിടുന്ന പേരാണ്, ധനകാര്യ മന്ത്രിക്കുള്ള പേരാണ് എന്ത് അസീസ്. മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് എന്നാണ് പാട്ട്. പച്ച നോണ സൗജത്ത് എന്നാണ് അതിന്റെ നയന. മലയാളത്തിലെ കഥാപ്രസംഗക്കാർ പറഞ്ഞു കൂട്ടിയ നോണക്ക് കയ്യും കണക്കൂല. മിസ്രിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത്. മിസ്രിൽ അസീസ് രാജാവല്ല, ധനകാര്യ മന്ത്രിയാണ്. ആര്? അസീസ്. അസീസാണ് ആയിട്ടുള്ളൂ. ആര്? യൂസുഫ് അലൈഹിസ്സലാം. അസീസ് ഇനി ഈ സൗജത്തിന്റെ ഭർത്താവിന്റെ പേര് അസീസ് അല്ല, അയാളുടെ പേര് ഖിത്ഫീർ എന്നാണ്. ബൈബിൾ പഴയ നിയമത്തിൽ അയാളെ പോത്തിഫർ എന്ന് പറഞ്ഞിട്ടുണ്ട്. പോത്തിഫർ എന്ന് പഴയ നിയമത്തിൽ പോത്തിഫർ എന്നുണ്ട് അയാളെ. തിരിച്ചുപോയി. അപ്പൊ എന്താണ്ടായത്? നിഗളിച്ച് നടന്നപ്പോൾ BC 3-ാം നൂറ്റാണ്ടിൽ BC 13-ാം നൂറ്റാണ്ടിൽ അധികാര അട്ടിമറി നടന്നു. അട്ടിമറി എന്ന് പറയണമെങ്കിൽ പറഞ്ഞോളൂ. ആയിരക്കണക്കായ കൊല്ലങ്ങൾ അധികാരം കൈവശം വെച്ചിരുന്ന ഫിറഔന്മാരുടെ കയ്യിൽ നിന്ന് അധികാരം ആരിലേക്ക് നീങ്ങി? ദുർബലന്മാരായ ഇസ്രായേലികളിലേക്ക് നീങ്ങി. ദുർബലന്മാരായ ഇസ്രായേലികളിലേക്ക് നീങ്ങി. 13-ാം നൂറ്റാണ്ടിൽ BC 13-ാം നൂറ്റാണ്ടിൽ ദുർബലന്മാരായ ഇസ്രായേലികളിലേക്ക് അധികാരം നീങ്ങി. وأورثنا القوم الذين كانوا يستضعفون مشارق الأرض ومغاربها. പിന്നെ BC 13-ാം നൂറ്റാണ്ടിൽ ലോകത്തെ അധികാരവർഗം ഇസ്രായേലികളാണ്. 12-ാം നൂറ്റാണ്ടിലും അധികാരികൾ ലോകത്തെ സമ്പൂർണ്ണ അധികാരികൾ വർഗം ഇസ്രായേലികളാണ്. BC 11-ാം നൂറ്റാണ്ടിലും ലോകത്തെ സമ്പന്നന്മാരും അധികാരി വർഗവും ഇസ്രായേലികളാണ്. BC 10-ാം നൂറ്റാണ്ട് അവരുടെ സുവർണകാലമാണ്. അതിൽ 75 കൊല്ലം ബാപ്പയും മോനും ഭരിച്ചു. 40 കൊല്ലം ബാപ്പയും 35 കൊല്ലം മോനും. BC 998 മുതൽ BC 958 വരെ ദാവൂദും BC 958 മുതൽ BC 923 വരെ സുലൈമാനും ഭരിച്ചു. സുലൈമാൻ BC 923 മരിച്ചു. മരിച്ചതിന്റെ പിറ്റേന്ന് സുലൈമാന്റെ മകൻ അലൈഹിസ്സലാം ഹെബ്ഹം രാജാവായി. ഹെബ്ഹമിനെ പോലത്തെ ഒരു ദുർബലൻ ഇസ്രായേലി സമൂഹം കണ്ടിട്ടില്ല. അതോടുകൂടെ ഇവർ 23 പാർട്ടിയായി പിരിഞ്ഞു, തമ്മിൽ നശിച്ചു. BC 9-ാം നൂറ്റാണ്ടിലോ ഇവർ തമ്മിൽ തല്ലുകയാണെന്നറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ബാബിലോണിയക്കാർ വന്നു. ബാബിലോണിയക്കാർ ഇസ്രായേലി രാജ്യങ്ങളെ കൈവശപ്പെടുത്തുകയും ഇസ്രായേലികളെ അടിമകളാക്കി കഴുത്തിൽ കയറിട്ട് ബാബിലോണിയയിലേക്ക് കൊണ്ടുപോയി. തന്നെ അധികാരം നിങ്ങളിന്റെ കൂടെ ഇല്ല. നിങ്ങൾക്ക് പറഞ്ഞത് ഏത് ഈ ആയത്തിന്റെ ചരിത്ര വിവരണം കേൾക്ക്. ആയിരക്കണക്കായ കൊല്ലങ്ങളായി ലോകത്തിന്റെ അധികാരികളായിരുന്നു ആര്? ഫിറഔന്മാർ. അവരിത് ഞങ്ങളെ മുതലാന്ന് വിചാരിച്ച അങ്ങനെ അധികാരം വേണം നടന്നു. അപ്പോൾ റാമസസ് 2-ാമതോടുകൂടി അവർ തകർന്നു. BC 13-ാം നൂറ്റാണ്ടിൽ അധികാരം ആർക്ക് കൊടുത്തു? അല്ലാഹു. ആർക്ക് കൊടുത്തു? ഇസ്രായേലിന് കൊടുത്തു. അതാണ് ഇവിടെ പറഞ്ഞത്. قوم الذين كانوا يستضعفون مشارق الأرض ومغاربها التي باركنا فيها وتمت كلمة ربك الحسنى على بني إسرائيل بما صبروا ودمرنا ما كان يصنع فرعون وقومه وما كانوا يعرشون. ഫറോമാർ കെട്ടിപ്പൊക്കിയതെല്ലാം അള്ളാഹു തകർത്ത് തരിപ്പണമാക്കിയിട്ട് ആ സമ്പത്ത് മുഴുവനും അധികാരവും ആർക്ക് കൊടുത്തു? ഇസ്രായേലികൾ കൊടുത്തു. ഇസ്രായേലികൾ BC 13-ാം നൂറ്റാണ്ടിലും 12-ാം നൂറ്റാണ്ടിലും 11-ാം നൂറ്റാണ്ടിലും 10-ാം നൂറ്റാണ്ടിലും 4 നൂറ്റാണ്ട് നിഗളിച്ച് നടന്നു. അപ്പോൾ BC 10-ാം നൂറ്റാണ്ടിൽ 923 സുലൈമാൻ മരിച്ചു അലൈഹിസ്സലാം. സുലൈമാൻ മരിച്ചപ്പോൾ സുലൈമാന്റെ മൂത്ത മകൻ അലൈഹിസ്സലാം ഹെബ്ഹം രാജാവായി. ഹെബ്ഹമിന്റെ കാലത്ത് ഇസ്രായേലികൾ 24 പാർട്ടികളായി പിരിഞ്ഞു. അപ്പോൾ BC 9-ാം നൂറ്റാണ്ടിൽ ബാബിലോണിയക്കാർ വന്നു. ഇവരെ അടിമപ്പെടുത്തിയിട്ട് കഴുത്തിൽ കയറിട്ട് അടിമകളാക്കി രാജകുടുംബത്തെ എങ്ങോട്ട് കൊണ്ടുപോയി? ബാബിലോണിയയിലേക്ക് കൊണ്ടുപോയി. മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? തന്നെ
ഇപ്പൊ ഇവിടെ നിങ്ങൾ കണ്ടത് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തുത്തിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ. തഫദ്ദലു. ഇവിടെ എന്നുള്ള ചോദ്യത്തിന് പോലും മാനല്ല. എവിടെയുണ്ടാവും? എവിടെയുണ്ടോ? എവിടെയുണ്ടോ? ഇവിടെയൊന്നുമില്ല, എവിടെയുണ്ടോ? നിങ്ങൾക്ക് എന്തും ചോദിക്കാം. ഇത് ലോകത്തിന്റെ എന്താ ഈ പറയുന്നത്, വേൾഡ് പൊളിറ്റിക്സ് ആണ്. കഴിഞ്ഞാൽ വേൾഡ് പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് എന്തു ചോദിക്കാം. നിങ്ങൾ ചോദിക്കുമ്പോഴത്തേക്ക് ഞാൻ മറുപടി പറയും അള്ളാന്റെ സഹായത്താൽ. എന്തു ചോദിക്കും? പിന്നെ എന്തുണ്ടായത്? BC 9, BC 8, BC 6, BC 7, BC 6 നൂറ്റാണ്ടുകളിലൊക്കെ അടിമകളായി ആര്? ഇസ്രായേലികൾ. BC 595 നെബൂഖദ്നേസർ അവസാനത്തെ ഇസ്രായേലി അടയാളങ്ങളും തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ഇസ്രായേലിന് ലോകത്ത് ഒരടയാളവും ഇല്ലാതെ. അപ്പോഴാണ് കർമ്മയോഗിയായ ഉസൈർ അതുവഴി പോയത്. أو كالذي مر على قرية وهي خاوية على عروشها قال أنى يحيي هذه الله بعد موتها فأماته الله 100 عام. ഇസ്രായേലികളെ ജനങ്ങൾ കൈ കഴിക്കാതെ തൊടുവിലേക്ക് അങ്ങനത്തെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട്. വളരെ പേടിയാണ്. ഒരു കാലത്ത് അധികാരികൾ ഖിബ്തികളായിരുന്നു, പിന്നെ അധികാരികൾ ഇസ്രായേലികളായി, പിന്നെ അധികാരികൾ ആരായി? ബാബിലോണിയക്കാരായി. പിന്നെ അധികാരികൾ ബാബിലോണിയക്കാരിൽ നിന്ന് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ അസീറിയക്കാർ വാങ്ങി. അസീറിയക്കാരിൽ നിന്ന് 2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ റോമക്കാർ വാങ്ങി. റോമൻ രാജാവാണ് നെബൂഖദ്നേസർ. BC 595 ബിലാൽ വന്നു. BC 595 അന്നാണ് അയാൾ എല്ലാ ഇസ്രായേലി ചിഹ്നങ്ങളെയും തകർത്തപ്പോഴാണ് അതുവഴി കൈതപ്പുറത്ത് കടന്നുപോയ ഉസൈർ ഇനി എന്നാണാവോ ഇതൊക്കെ പഴയതുപോലെ ഉണ്ടാവുക ആത്മകഥം ചെയ്തത്. അതാണ് അൽ ബഖറയിലാവൂ കല്ലറി مر على قرية وهي خاوية على عروشها قال أنى يحيي هذه الله بعد موتها. എന്താണ് ഇതിന്റെ ഔട്ട്പുട്ട്? അധികാരം ഒരാളിലും സ്ഥായിയായി നിക്ഷിപ്തമല്ല. ഓലെല്ലാരും അധികാരം കിട്ടുമ്പോ വിചാരിക്കും നിന്റെ മടലാണ്. ബുഖ്തിനസറിയെ BC 595 വന്നു. റോമക്കാർ അധികാരം 2 നൂറ്റാണ്ട് നിന്നു. അപ്പോഴാണ് BC 324 ഗ്രേറ്റ് അലക്സാണ്ടർ വരുന്നത്. അയാൾ നക്കിത്തുടച്ചു ലോകം. BC 324 ഷാമിലേക്ക് വരുന്നത്. BC 356 ജനിച്ച ആളാണ് മാസഡോണിയക്കാരൻ ഫിലിപ്പിന്റെ മകനായ അലക്സാണ്ടർ. ജനിക്കുന്നത് BC 356. അയാൾ ഇന്ത്യ കൈവശപ്പെടുത്തി BC 326. ഇന്ത്യ പിടിച്ചടക്കിയിട്ടുണ്ട് BC 326 അലക്സാണ്ടർ. അന്ന് ഇന്ത്യയുടെ രാജാവ് പോറസ് ആണ്. പക്ഷെ പോറസിന്റെ ധൈര്യവും അദ്ദേഹത്തിന്റെ വാക്സാമർത്ഥ്യവും കേട്ട് കണ്ട് പിടിച്ചടക്കിയ ഭാരതം അയാൾ പോറസിന് തന്നെ തിരിച്ചു കൊടുത്തു. എന്നിട്ട് അയാൾ ഷാമിലേക്ക് പോയി. BC 326 അയാൾ ഇന്ത്യ പിടിച്ചടക്കി. BC 324 ഗസയിൽ യുദ്ധം ചെയ്യുമ്പോൾ അയാൾ തോളലിന് വിട്ടുകൊണ്ടു. പിന്നീട് അയാൾക്ക് പനി പിടിച്ചു. BC 323 അയാൾ അലക്സാണ്ട്രിയയിൽ നിന്ദനായി മരിച്ചു 33ാമത്തെ വയസ്സിൽ. അധികാരം അയാളിൽ നിന്ന് പോയി. പിന്നെ ടോളമിയിലേക്ക് വന്നു. ആ ടോളമി സ്ഥാപിച്ചതാണ് ടോളമി രാജവംശം. ടോളമിയോ നിന്നില്ല. ടോളമി രാജവംശം 2.5 നൂറ്റാണ്ട് നിലനിന്നു. പിന്നീട് BC 64 ജൂലിയസ് സീസർ വന്നു. ലോകം ജൂലിയസ് സീസറിന്റെ കയ്യിലായി. BC 64 മനസ്സിലായോ പറഞ്ഞത്? ആ ജൂലിയസ് സീസറെ പിന്നെ ബ്രൂട്ടസ് കൊന്നു. ജൂലിയസ് സീസറിന്റെ ഏറ്റവും വലിയ തങ്കക്കുടം പോലത്തെ ഒരു പെണ്ണുണ്ടായിരുന്നു. ആര്? ക്ലിയോപാട്ര ഗത്യന്തരമില്ലാതെ BC 30 ആത്മഹത്യ ചെയ്തു. ഇതൊക്കെ ലോക ചരിത്രമാണ്. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? ഇതിങ്ങനെ മാറി മറിഞ്ഞും വരും.
അടുത്ത വരി എന്താണെന്നറിയോ? കുറച്ചു നേരം പകലായിരിക്കും, കുറച്ചു നേരം രാത്രിയായിരിക്കും. പകലായപ്പോൾ ഇന്ത്യക്കാർ വിചാരിച്ചു ഇനി എന്നും പകലായിരിക്കും. അമേരിക്കക്കാരിരുന്നു കരഞ്ഞു ഇനി എന്നും രാത്രിയായിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇന്ത്യയിൽ നിന്ന് പകല് പോയി, അമേരിക്കയിൽ നിന്ന് രാത്രിയും പോയി. മനസ്സിലായില്ല? ആരുടെയും സന്തോഷം സ്ഥായിയല്ല, ആരുടെ ദുഃഖവും സ്ഥായിയല്ല. അതിനാണ് അടുത്തായത്. നിങ്ങൾ ഇതിന്റെ കൂടെ ഇല്ലല്ലോ പ്രശ്നം. നിങ്ങൾ ഇതിന്റെ കൂടെ വരി. അടുത്തായത് എന്താ? തൂലിജുല്ലൈല ബിന്നഹാരി വതൂലിജുന്നഹാര ബില്ലൈലി വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. പകലും രാത്രിയും കടന്നു വരുന്നത് പോലെ പകല് കണ്ട് നിഗളിക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ പകല് പോവും. രാത്രി കണ്ട് ദുഃഖിക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ രാത്രി നീങ്ങും. നിങ്ങളെ മറുപടി അതിലുണ്ട്. നിങ്ങൾ ചോദിച്ചതിന് മറുപടി ആ ആയത്തിലുണ്ട്. ഇനി ഇതൊക്കെ അട്ടിമറിയില്ലേ? അടുത്തായിട്ട് എന്താ? പകൽ പോയി രാത്രി വരും. ഇപ്പൊ ഒരു രാത്രിയാണ്, കുറച്ച് കഴിഞ്ഞാൽ പകലുണ്ടാവും. ഇപ്പൊ ലോകത്തൊരു രാത്രിയാണ്, ഇപ്പൊ ലോകത്ത് രാത്രിയാണ്, കുറച്ച് കഴിഞ്ഞാൽ തൂല്. മനസ്സിലായില്ലേ പറഞ്ഞത്? പകല് കിട്ടുമ്പോൾ നിഗളിച്ച് നടക്കണ്ട, രാത്രി കിട്ടുമ്പോൾ ദുഃഖിക്കുകയും വേണ്ട. ഏത് പകലും രാത്രിക്കല്ലാതെ അവസാനിച്ചിട്ടില്ല, ഏത് രാത്രിയും പകലല്ലാതെ തീർന്നിട്ടുമില്ല. നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കേണ്ട, ലഭിച്ചതിൽ സന്തോഷിക്കുകയും വേണ്ട. മനസ്സിലായില്ല? നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കേണ്ട, ലഭിച്ചതിൽ സന്തോഷിക്കുകയും വേണ്ട. ദുരഭിമാനികളെയും അഹങ്കാരികളെയും അല്ലാഹുവിന് ഇഷ്ടമില്ല. അപ്പോൾ എന്താ വന്നത്? എന്താ ഇതൊക്കെ? എന്താ ഇതൊക്കെ? അമാനത്ത്, എല്ലാം അമാനത്ത്. BC 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദീയ പട്ടാളം വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരെന്ത് വരവാ വന്നത്! പിന്നെന്തുണ്ടായത്? മുഹമ്മദീയ പട്ടാളം വന്ന് എന്ത് വരവാ! അവർക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷെ ലോകം മുഴുവനും അവരെ തല കുമ്പിട്ട് സ്വീകരിച്ചു. കാരണം അത്ര വലിയ ആളുകളായിരുന്നു അവർ. മുഹമ്മദീയ പട്ടാളം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവര് കിഴക്കും പടിഞ്ഞാറും അധികാരികളായി. പിന്നെന്തായത്? 800 കൊല്ലം അവർ ലോകത്തിന്റെ നെറുകയിൽ കയറി നിന്നു ഭരിച്ചു. പക്ഷേ പിൻഗാമികളായ ജനങ്ങൾ ഈ ആയത്ത് മറന്നു, ഖുർആൻ ആയത്ത് മറന്നു. അധികാരം ഞങ്ങളെ മുതലാണ് എന്ന് പിൽക്കാലത്തെ മുഹമ്മദീയ സമുദായം മനസ്സിലാക്കി. പിന്നെന്തായത്? AD 16-ാം നൂറ്റാണ്ടിൽ ഫെർഡിനൻഡ് രാജാവ് വന്നു. യൂറോപ്പിൽ നായാട്ട് നടത്തി. ലക്ഷക്കണക്കായ മുഹമ്മദീയരെ AD 16-ാം നൂറ്റാണ്ടിൽ ഉറുമ്പും കൂട്ടത്തിന് ചതച്ചരച്ച് കൊല്ലും പോലെ കൊന്ന്. മുഹമ്മദീയ പട്ടാളം തകർന്ന് തരിപ്പണായി. പക്ഷേ 800 കൊല്ലം ഒരു ലോകത്ത് വാണു. മനസ്സിലായില്ലേ? ആദ്യകാലക്കാർക്ക് ഈ ബോധം ഉണ്ടായിരുന്നു, നമ്മളെ മുതലല്ല, അമാനത്താണ്. പിൽക്കാലത്തെ മുഹമ്മദീയ സമുദായം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയപ്പോൾ വിചാരിച്ചു ഇതൊക്കെ നമ്മളെ മുതലാണ്. അപ്പോൾ യൂറോപ്യന്മാർ വീണ്ടും അവരധികാരപ്പെടുത്തി. അള്ളാഹു അധികാരം ആർക്ക് കൊടുത്ത്? ശിർക്കന്മാരായ യൂറോപ്യന്മാർ കൊടുത്തു. മുഹമ്മദിനെ അടിച്ചണർത്താക്കി. നിങ്ങളിന്റെ കൂടെ ഇല്ല. ഇതിന്റെ മൈനെന്താ? നമ്മളെ ബാപ്പാന്റെ മുതലാന്ന് വിചാരിക്കണ്ട. നമ്മളെ നബി മഹാനായതുകൊണ്ട് നമ്മൾ ലോകത്തെ അധികാരികളാകുമെന്ന് വിചാരിക്കണ്ട. നമ്മൾ നല്ലവരായാൽ തരും, നമ്മൾ കെട്ടവരായാൽ തിരിച്ചെടുക്കും. മനസ്സിലായോ പറഞ്ഞത്? BC 7-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലേക്ക് വന്നിട്ട് ലോകത്തെ അധികാരത്തിന്റെ വെള്ളിക്കൊടി നാട്ടി മുഹമ്മദീയർ. BC 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ എന്താ ഉണ്ടായത്? ലോകം കണ്ട ഏറ്റവും ഭയാനകമായ സംഭവം ഉണ്ടായി. ഫെർഡിനൻഡ് രാജാവും ഇസബെല്ല രാജ്ഞിയും ഉറുമ്പൻ കൂട്ടം കൊല്ലുന്നത് പോലെ മുഹമ്മദീയരെ കൊന്നു. ലക്ഷക്കണക്കായ മുസ്ലിമീങ്ങളെ മതം മാറ്റി. AD 16-ാം നൂറ്റാണ്ടിൽ മാത്രം യൂറോപ്പിൽ 10 ലക്ഷത്തോളം മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികളായിട്ടുണ്ട്. എന്ത് പറഞ്ഞു പോയോ?
എന്താ പറഞ്ഞേ? എന്താ ഞാൻ പറഞ്ഞേ? എന്താ പറഞ്ഞേ? AD 16-ാം നൂറ്റാണ്ടിൽ ഫെർഡിനൻഡ് രാജാവിന്റെ കാലത്ത് സ്പെയിനിൽ മാത്രം 10 ലക്ഷം മുസ്ലിമീങ്ങൾ ക്രിസ്ത്യാനികളായിട്ടുണ്ട്. പഠിച്ചു നോക്കി, ചരിത്രം പഠിക്കുക. പറഞ്ഞത് മനസ്സിലായോ? നിൽക്കക്കള്ളിയില്ലാതെ മുസ്ലിമീങ്ങൾ ആരായി? ക്രിസ്ത്യാനികളായി. പഠിച്ചു നോക്കി ചരിത്രം. അപ്പോൾ പിന്നെ വേറൊരു സമുദായം ഉയർക്കൊണ്ടുവന്നു. അവരാണ് തുർക്കികൾ. അവർ ഒരു കാലത്ത് അബ്ബാസിയ ഖിലാഫത്തിൽ അടിമകളും കുതിരയെ നോട്ടക്കാരും കുതിരലായത്തെ തൊഴുത്ത് വൃത്തിയാക്കുന്നവരായിരുന്നു. അവർക്ക് അല്ലാഹു തആല അധികാരം കൊടുത്തു. 1516 ഉസ്മാനികൾ എന്ത് ചെയ്ത് തുർക്കി കൈവശപ്പെടുത്തി. പിന്നെ യൂറോപ്പും പിന്നെ ഏഷ്യയും പിന്നെ ആഫ്രിക്കയും 4 നൂറ്റാണ്ട് കാലം അധികാരത്തിന്റെ കസേരകളിൽ മുഴുവനും തുർക്കികളായിരുന്നു. ഇന്നത്തെ അമേരിക്കയുടെ 10 ഇരട്ടി വലിപ്പമുള്ള രാജ്യമായിരുന്നു തുർക്കി. അധികാരം ആരുടെ കയ്യിലായി? തുർക്കിയുടെ കയ്യിലായി. AD 16-ാം നൂറ്റാണ്ടിൽ ഒരു ഭാഗത്ത് മുഹമ്മദിയർക്ക് സ്പെയിനിൽ നഷ്ടം സംഭവിച്ചെങ്കിലും മറുഭാഗത്ത് ആര് നേടി? തുർക്കികൾ നേടി. അവർ മുസ്ലിമീങ്ങളായിരുന്നു. സ്പെയിനിൽ ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. പക്ഷെ അവർ യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളും ഏഷ്യൻ രാജ്യങ്ങളും ആഫ്രിക്കയിൽ കൈവശപ്പെടുത്തി. അവരങ്ങോട്ട് വളർന്നു. തുർക്കികൾ ഏതായത്തിനെ വ്യാഖ്യാനം പറയുന്നത്? ഇങ്ങോട്ട് നോക്ക് കുട്ടി, പഠിക്ക്, ചരിത്രം പഠിക്ക്. AD 1516-ലാണ് ഉസ്മാനികൾ തുർക്കി കൈവശപ്പെടുത്തുന്നത്. പിന്നെ അവരത് വളർന്നുപോയി. ഏഷ്യ മുഴുവനും അവരുടേതായി. യൂറോപ്പിന്റെ വലിയ നല്ല ഭാഗം അവരുടേതായി. ആഫ്രിക്കയിൽ 90% അവരുടേതായി. അവരങ്ങോട്ട് വളർന്നു. ഏതുവരെ? AD 1914 വരെ. AD 1914 എന്ത് ചെയ്തു? സഖ്യകക്ഷികൾ അമേരിക്കയും ബ്രിട്ടനും അടക്കമുള്ള സഖ്യകക്ഷികൾ തുർക്കിയിലോട് യുദ്ധം ചെയ്ത് അധികാരം തിരിച്ചു പിടിച്ചു. ആ 3 കൊല്ലങ്ങളിൽ മാത്രം തുർക്കിയിൽ 50 ലക്ഷം മുസ്ലിമീങ്ങളെ കൊന്നു. 8 ലക്ഷം മുസ്ലിം പട്ടാളക്കാരെയും 42 ലക്ഷം മുസ്ലിം സാധാരണക്കാരെയും സഖ്യകക്ഷികൾ കൊന്നു. അധികാരം പിന്നെ ആരുടെ കയ്യിലായി? യൂറോപ്യന്മാരുടെ കയ്യിലായി. അപ്പോൾ അവിടെയാണ് ഇപ്പൊ നിലനിന്നു പോണത്. പുള്ളിൽ നിന്റെ വിഷയത്തിലേക്ക് പഠിക്കി. ഞാൻ എവിടുന്നാ വരുന്നത്? BC 2700 മുതൽ ഫറോവന്മാർ കൈവശപ്പെടുത്തിയത് BC 13-ാം നൂറ്റാണ്ടിൽ മാറിയിട്ട് 10-ാം നൂറ്റാണ്ടിൽ സുലൈമാന് വരെ ഇസ്രായേലികൾ വെച്ചിട്ട് പിന്നെ ബാബിലോണിയക്കാർ വന്ന് പിന്നെ അസീറിയക്കാർ വന്ന് പിന്നെ റോമക്കാർ വന്നു പിന്നെ മാസിഡോണിയൻ ഫിലിപ്പിന്റെ മകൻ അലക്സാണ്ടർ വന്നു പിന്നെ ജൂലിയസ് സീസർ വന്നു. മനസ്സിലായില്ലേ? പിന്നെ 7-ാം നൂറ്റാണ്ടിൽ മുഹമ്മദിയർ വന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ 16-ാം നൂറ്റാണ്ടിൽ അവർ അസ്തമിച്ചു. പിന്നെ 16-ാം നൂറ്റാണ്ടിൽ മുഹമ്മദിയർ വേറെ കൊല്ലത്തിൽ വന്നു തുർക്കികളായിട്ട്. അവർ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അസ്തമിച്ചു എന്ന് മാത്രമല്ല 50 ലക്ഷം മുസ്ലിമീങ്ങളെ 1-ാം ലോക മഹായുദ്ധത്തിൽ അധികാര കൈമാറ്റ കാലത്ത് യൂറോപ്യന്മാർ കൊന്നു. 8 ലക്ഷം പട്ടാളക്കാരെയും 42 ലക്ഷം സിവിലിയന്മാരെയും കൊന്നു. ഇത് അന്തം വിടാൻ തീരുമാനിച്ചോലി ഈ ക്ലാസ്സിന് വരരുത്. അന്തം വിടാൻ തീരുമാനിച്ചോര് വരരുത്. അതിന്റെ വ്യാഖ്യാനം പറഞ്ഞത്. ഇപ്പോഴത്തെ നമ്മൾ ആയിരക്കണക്കായ കൊല്ലങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ഇതന്നെ ചരിത്രം. ഇനി ചോദ്യത്തിന് പോലും മയനല്ല. ഇനി ഇത് മാറൂലേ? അത് ഉമ്മാനോട് കുട്ടി ചോദിക്കും പോലെയാണ്. ഉമ്മച്ചിയെ നീ നേരം കൊടുക്കൂലേ? അതിനെന്ത് മറുപടിയാണുള്ളത്? മനസ്സിലായില്ല? ഇപ്പൊ നിങ്ങൾ ചോദിച്ചല്ലോ ഇനി ഇത് അട്ടിമറിയില്ലേ? അത് കുട്ടി ഉമ്മാനോട് ചോദിക്കുമ്പോഴാണ്. എന്ത് വൈകുന്നേരമായപ്പം ഉമ്മച്ചിനോട് കുട്ടി ചോദിച്ചു, എന്ത് ഉമ്മച്ചിയെ നീ നേരം വെളുക്കൂലേ? അത്രയും അതിനുള്ളൂ. നേരം വെളുക്കും, പിന്നെയോ നേരം വെളുത്താ കുടുങ്ങും. നേരം വെളുത്താ പിന്നെ രാത്രിയോ? രാത്രിയായാലോ പിന്നെ നേരം വെളുക്കും. നേരം വെളുത്താലോ പിന്നെയും കുടുങ്ങും. രാത്രിയോ? നിങ്ങൾ ഇതിന്റെ കൂടെ ഉണ്ടോ? ഒരു നേരം വെളുക്കലും നല്ലതല്ല, ഒരു രാത്രിയാകലും നല്ലതല്ല. നേരം വെളുത്താ രാത്രിയോ? രാത്രിയായ നേരം വെളുക്കും. നിങ്ങൾ ഇവിടെ ഇല്ല. ഒരു നേരം വെളുക്കലല്ല. നേരം വെളുക്കേണ്ടില്ലായിരുന്നു. നേരം വെളുത്താ രാത്രിയോ? രാത്രിയായാൽ പിന്നെ നേരം വെളുത്താ പിന്നെയും കുടുങ്ങി. രാത്രിയോ? ഒരു നിരക്ക് രാത്രിയാണ് നല്ലത്. കാരണം നേരം വെളുക്കുമെന്ന പ്രതീക്ഷ ഉണ്ടാവും. നേരം വെളുത്ത് കഴിഞ്ഞാൽ ദുഃഖാണ്. കാരണം പിന്നെ ദുഃഖാണ്. എന്ത്
നിങ്ങൾ ഇവിടെ എല്ലാം പഠിച്ചോനെ. രാത്രി നേരം വെളുക്കുന്ന നോക്കിയാൽ സുഖം രാത്രിയാ. ഉറങ്ങാലോ എന്നുള്ള ആൾക്കല്ല, രാത്രിയിൽ ഒരു പ്രതീക്ഷ ഉണ്ട്. എന്ത് നേരം വെളുക്കുമല്ലോ, നേരം വെളുത്താക്കാം കഴിഞ്ഞ്. കാരണം പിന്നെ നമുക്ക് പ്രതീക്ഷ അല്ല, കഴിഞ്ഞ്. കൊയ്ത്തും കൃഷിയും നോക്കിയാൽ നല്ലത് കൃഷിയാ. കൃഷിയിൽ പ്രതീക്ഷ ഉണ്ട്, കൊയ്ത്തിൽ ഒന്നുമില്ല, സംഹാരമുള്ളത്, പിന്നെ ഒന്നും ഉണ്ടാവില്ല, പിന്നെ ഊഷര ഭൂമി അങ്ങനെ കിടക്കും. എന്നാൽ കൊയ്ത്തിൽ ലാഭം ഉണ്ടാവില്ല. കൊയ്ത്തിലാണ് ലാഭം, കൃഷിയിൽ ലാഭമല്ല. കൃഷിയിൽ നഷ്ടമാണ്, പക്ഷെ നഷ്ടമാണ് ലാഭം, ലാഭമാണ് നഷ്ടം. നിങ്ങൾ ഇവിടെ ഇല്ല, നിങ്ങൾ ഇവിടെ ഉണ്ടോ? ലാഭമാണ് നഷ്ടം, നഷ്ടമാണ് ലാഭം. കൃഷി നഷ്ടമാണ്, പക്ഷെ ലാഭമാണ്. കൊയ്ത്ത് ലാഭമാണ്, പക്ഷെ നഷ്ടമാണ്. പിന്നെ ഒന്നുമില്ല. ഇല്ലൽ ഫനാ, ഊഷരമായ ഭൂമി അങ്ങനെ കിടക്കും. കൃഷിക്കാരന് പ്രതീക്ഷയുണ്ട്, കൊയ്ത്തുകാരന് പ്രതീക്ഷല്ല. അപ്പോൾ ഒരു നിലയ്ക്ക് രാത്രി പകൽ നോക്കിയാൽ രാത്രിയാണ്. കാരണം ശ്വാസം വിട്ട് കടന്നു വരുന്ന പ്രഭാതം തന്നെയാണ് സത്യം. കരിമ്പടവും മടക്കി പോകുന്ന രാത്രിയെ തന്നെയാണ് സത്യം. ശ്വാസം വിട്ട് കടന്നു വരുന്ന പ്രഭാതം തന്നെയാണ് സത്യം. രാത്രി എന്താണെങ്കിലും നേരം കഴിഞ്ഞാൽ പിന്നെ കരിമ്പടം മടക്കി പോകും. അപ്പോഴത്തിന് മെല്ലെ ശ്വാസം വിട്ട് ആരിങ്ങനെ വരും. ആര് വരും? അങ്ങനെയാണ്, അതൊക്കെ അങ്ങനെയാണ്. കല്യാണം കഴിക്കാത്തവനൊരു വേപത്വമാണ്, ഒരു വേദനയാണ്. കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. എന്നാലും അവനൊരു പ്രതീക്ഷ ഉണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ, ഇനി എന്തുണ്ട്, കല്യാണം വരാണ്ടല്ലോ. കല്യാണം കഴിച്ചാൽ അന്നോ തന്തേ ഇനി ഒന്നുമില്ല. ഓന്റെ കൊയ്ത്തേന് ന്യൂഷരമായൊരു ഭാവിയാണ്. ഒരു നിലക്ക് പെണ്ണ് കെട്ടാതിരിക്കലല്ല, പ്രതീക്ഷ വെക്കുന്നുണ്ടോ? അതിന്റെ അർത്ഥം പെണ്ണിട്ടൊന്നും അല്ല തന്നെ, പക്ഷെ അങ്ങനെയാണ്. എല്ലാം അങ്ങനെയല്ലേ, എല്ലാം അങ്ങനെയല്ലേ, എല്ലാം അങ്ങനെയല്ലേ, എല്ലാ കാര്യവും അങ്ങനെയാണ്, എന്തും അങ്ങനെയാണ്. നഷ്ടം വരും, ലാഭം വരും. ലാഭം വന്നാൽ പിന്നെ നഷ്ടത്തെ നഷ്ടം, ലാഭം വന്ന പേടിക്കണം, ഉടനെ നഷ്ടം വരും. നഷ്ടത്തിന് എത്തിപ്പെട്ട ബേജാറാവണ്ട, കുറച്ച് കഴിഞ്ഞാൽ ആര് വരും? ലാഭം വരും. ഇതന്നെ അപ്പൊ ഇവിടെ വിഷയം എന്താ? ഇതന്നെ ഒന്നും നിലനിൽക്കൂല, ഒന്നും സ്ഥായിയല്ല. ചിലപ്പോൾ അധികാരം ഉണ്ടാവും, ചിലപ്പോൾ അടിമത്തം ഉണ്ടാവും, ചിലപ്പോൾ സുഖം ഉണ്ടാവും, ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും. മനസ്സിലാവുണ്ടോ പറഞ്ഞത്? സടക്ക് സടക്ക് പത്ഥർ पर नदियों ने चलना सीखा, बच्चों ने गिर गिर कर चलना सीखा, रो रो कर हंसना सीखा. അങ്ങനെയാണ്. കല്ലിൽ നിന്ന് കല്ലിലേക്ക് അടിച്ചടിച്ചാണ് അവസാനം പുഴയായി ഒഴുകിയത്. മനസ്സിലായില്ല? സടക്ക് പത്ഥർ पर സടക്ക് സടക്ക് പത്ഥർ पर नदियों ने चलना सीखा. കല്ലിൽ നിന്ന് കല്ലിലേക്ക് അടിച്ചാണ് നദി ഒഴുകാൻ പഠിച്ചത്. മനസ്സിലായില്ല? ഒരു കല്ലിന്ന് മറ്റേ കല്ലിലേക്ക് ഇങ്ങനെ മേലെന്ന് വെള്ളം ചാടും. ഒരു കല്ലിന്ന് മറ്റേ കല്ല്, ആ കല്ലുമെന്ന് മറ്റേ കല്ല്, ഇങ്ങനെ മലമുകളിൽ നിന്നാണ് വെള്ളം വരുന്നത്. ആ വെള്ളം ഒരു കല്ലിന് മറ്റേ കല്ല്, അപ്പോഴത്തേനും മറ്റേ കല്ല് തല്ലണം, മറ്റേ ഇങ്ങനെ വെള്ളത്തിന്റെ തല തല്ലി പൊളിച്ചിട്ടാണ് വെള്ളം എവിടെ എത്തുന്നത്? താഴ്വരയിൽ ഒഴുകാനാവുമ്പോഴത്തേന് ഒരുപാട് തല്ല അതിന് കിട്ടിയിട്ടുണ്ട്. ആരെ കൊണ്ട്? കല്ലിന്റെ തല്ല് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് അത് ഇങ്ങനെ ഒഴുകിയാൽ കുറച്ച് ദൂരം ഒഴുകും, അപ്പോഴത്തിന് കടലിലെത്തണം. കടലിലെത്തിയാൽ പിന്നെയും പണിയായി. എവിടേക്ക് പോകണം? നീരാവിട്ട് മേപ്പെട്ട് പോകണം. മേപ്പെട്ട് പോയാൽ പിന്നെയും കീപ്പിട്ട് വരും, പിന്നെയും കല്ലിലടിക്കണം. കുട്ടികൾ വീണാണ് നടക്കാൻ പഠിക്കുന്നത്. കുട്ടികൾ വീണാണ് നടക്കാൻ പഠിക്കുന്നത്. പക്ഷേ വീണ് ഒന്ന് വീണ് പിന്നെ എണീറ്റുന്ന്, പിന്നെയും വീണ് പിന്നെ എണീറ്റുന്ന്, അങ്ങനെയാണ് നടത്താൻ തുടങ്ങിയത്. കുറച്ചു കാലം അങ്ങനെ നടക്കുമ്പോഴത്തിന് പിന്നെ നടക്കാൻ വയ്യാണ്ടായി. പിന്നെയും ഗിർഗിർക്കർ. പക്ഷെ ഗിർഗിർക്കർ എന്ന പിന്നെ ഗിർഗിർക്കറല്ല, പിന്നെ പറ്റ ഗിർഗിർക്കറാണ്.
കുട്ടികൾ വീണാണ് നടക്കാൻ പഠിക്കുന്നത്. വീഴുമ്പോ കുട്ടിക്ക് പ്രതീക്ഷ ഉണ്ട്, എന്ത് ഇക്കാക്ക പായും പോലെ ഞാനും പായുന്ന ഒരു കാലം ഉണ്ടാവും. എന്നാൽ നടക്കണോന്റെ വലിയ പ്രതീക്ഷ ഒന്നുമില്ല. നടക്കണോന്റെ അടുത്ത പടി ഇനി നാലുകാല്, അവൻ താനെ നടക്കുമ്പോൾ രണ്ടുകാല്, ഉച്ചി വെളുക്കുമ്പോൾ മൂന്നുകാല്, അവൻ ഊർക്ക് പോകുമ്പോൾ ആറുകാല്. മനസ്സിലായില്ല? അട്ടക്കപ്പറ്റക്ക നാലുകാല്. മനസ്സിലായില്ല? 4 കാലം കുറ്റിയാണ് കുട്ടികൾ നടത്തം. 2 കൈയും 2 കാലം. അവൻ താനെ നടക്കുമ്പോൾ 2 കാല്, ഉച്ചി വെളുക്കുമ്പോൾ 3 കാല്. ഉച്ചി വെളുക്കുമ്പോൾ 3 കാല്. ഏതാ 3ാമത്തെ കാല്? അവൻ ഊർക്ക് പോകുമ്പോൾ 6 കാല്. അതേതാ? മയ്യത്ത്. മനസ്സിലായില്ല? 4 കാലം വന്ന് തുടങ്ങിയിട്ട് 6 കാലം വരെ അവസാനിക്കുക. ഒന്നും നിലനിൽക്കൂല. അപ്പോൾ അടിമ എന്ത് മനസ്സിലാക്കണം? അടിമ ഈ വാതിലൂടെയൊക്കെ അടിമ കടന്നു പോകണം. അടിമ എന്ത് മനസ്സിലാക്കണം? എന്ത് കിട്ടിയാലും അതെന്റെ കയ്യിലുള്ള അമാനത്താണ്, ഒന്നും ചെല്ലല്ല. അപ്പൊ പിന്നെ അടിമക്ക് ഒന്നുമില്ല. അടിമക്ക് ഒന്നുമില്ല. ഞാൻ അടിമയെ പറ്റി ഉദാഹരണം പറയാൻ പോവാ. ഈ 4 ഇന്ത്യനാണ്. ഞാനത് നിൽക്കുന്നു. അപ്പൊ നിങ്ങൾക്കൊരു ബോധമുണ്ട്, ഇത് ഇന്ത്യനല്ല, ഇന്ത്യതാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഇത് തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് വാങ്ങിച്ച് ഇത് തന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് വാങ്ങിച്ച് കുഴിച്ചിട്ടിട്ട്. നിങ്ങൾക്ക് എന്ത്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? അടിമക്കൊരു ബോധമുണ്ട്, ഇതാരും ഒന്നും എന്താ, ചിലപ്പോ ഇത് തരും, ചിലപ്പോ തരും, ചിലപ്പോ തരും, ചിലപ്പോ തരും, ചിലപ്പോ ഒന്നും തരില്ല. നിങ്ങൾക്ക് ഇതന്നെ അടിമ. അടിമക്ക് ഇത് കിട്ടിയാൽ അമാനത്ത്, ഇത് കിട്ടിയാൽ അമാനത്ത്, ഇത് കിട്ടിയാൽ അമാനത്ത്, ഇത് കിട്ടിയാൽ അമാനത്ത്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? അപ്പൊ പോയല്ലോ എന്നുള്ള പേടി ആർക്കില്ല? അടിമക്കില്ല. കിട്ടിയാലോ എന്നുള്ള സന്തോഷമല്ല. നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കണ്ട. ലഭ്യമായതിൽ സന്തോഷിക്കുകയും വേണ്ട. എവിടെ ആയത്? ഈ ആയത്ത് സൂറത്തുൽ ഹദീദിലുണ്ട്. എടുത്തു നോക്ക്. വാക്യാന്റെ നേരെ താഴെ ഹദീദിലുണ്ട്. لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. സൂറത്തുൽ ഹദീദ് അൽ-വാഖിഅയുടെ താഴെ. കിട്ടിയതിൽ അതിൽ വിട്ട് ആഹ്ലാദിക്കണ്ട, നഷ്ടപ്പെട്ടതിൽ അതിൽ വിട്ട് ദുഃഖിക്കുകയും വേണ്ട. മാ മുസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير لكي لا تأسوا على ما فاتكم ولا تفرحوا بما آتاكم والله لا يحب كل مختال فخور. ما أصاب من مصيبة ഒരു മുസീബത്തും എത്തുന്നില്ല, ഭൂമിയിലും ഇല്ല, വലാ അൻഫുസിക്കും നിങ്ങളുടെ ശരീരങ്ങളിലും ഒരു മുസീബത്തും എത്തുന്നില്ല. പിന്നെ എല്ലാം ഒരു കിതാബിൽ ഉണ്ടായിട്ടല്ലാതെ മിൻ ഖബ്ലി അൻ നബ്റാഹാ, ഈ പ്രപഞ്ചത്തെ എല്ലാം പടച്ച് സംവിധാനിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കിതാബിലാ വിവരം അല്ലാഹു ഉള്ളടക്കിയിട്ടല്ലാതെ ഇല്ല. അതായത് ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ മുസീബത്തും ഒരു കിതാബിൽ നേരത്തെ തന്നെ അല്ലാഹു തആല ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ നിങ്ങളെ പടക്കുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വരാവുന്ന കാര്യങ്ങളെല്ലാം എഴുതിവെക്കൽ അല്ലാഹുക്ക് വളരെ പ്രയാസരഹിതമാണ്. അല്ലാഹുക്ക് അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇതെന്തിനാ പറഞ്ഞത്? അടുത്ത ആഴ്ച നഷ്ടപ്പെട്ടു പോയതിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ വേണ്ടിയാണ്.
ലഭിച്ചത് എന്തിനാണ്? നഷ്ടപ്പെട്ടു പോകാനാണ്. നഷ്ടപ്പെട്ടതിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ദുഃഖിക്കണ്ട. പിന്നെ നിങ്ങൾ ആ പരിപാടി വിട്ട് ആനന്ദിക്കുകയും വേണ്ട. നിങ്ങൾക്ക് വന്നു ചേരുന്ന സുഖത്തിൽ, നിങ്ങൾക്ക് വന്നു ചേരുന്ന സുഖത്തിൽ നിങ്ങൾ ആഹ്ലാദിക്കുകയും വേണ്ട. നഷ്ടപ്പെട്ടതിൽ നിങ്ങളോട്ട് ദിക്കുകയും വേണ്ട. അഹങ്കാരിയെയും ഫഖൂരിൻ ദുരഭിമാനിയെയും അല്ലാഹു ഇഷ്ടമില്ല. അല്ലാഹു അഹങ്കാരിയെയോ ദുരഭിമാനിയെയോ ഇഷ്ടമില്ല. പോയെങ്കിൽ പോട്ടെ, വന്നെങ്കിൽ വരട്ടെ, അന്ന് നിങ്ങൾ കണക്കാക്കണ്ട. രാത്രിന്റെ സമയത്ത് രാത്രിയാവും, പകലിന്റെ സമയത്ത് പകലാവും. ഓക്കെ, അള്ളാഹു അറിയാനുണ്ടാവുക, അള്ളാഹു അറിയാനുണ്ടാവില്ല എന്നർത്ഥം. അല്ലാതെ നമ്മളാൽ കഴിയുന്ന നമുക്ക് അതിൽ ചില ഇടപെടലില്ല എന്നല്ല. അള്ളാഹു അറിയാതെ ആ കാര്യമൊന്നും ഉണ്ടാവില്ല. അതായതിനർത്ഥം. അതിനർത്ഥം നേടുമ്പോൾ നേടുന്നതിന്റെ ഗുണമുണ്ടാവും, നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടുന്നതിന്റെ മോശത്തരം ഉണ്ടാവും. ഇപ്പൊ മുഹമ്മദീയ സമുദായം എന്തുകൊണ്ട് നേടി? അവർ മുഖ്ലിസീങ്ങളാണ്, അവർ ഭയങ്കര ആളുകളാണ്, അവർ നേതാക്കന്മാർ അങ്ങനെയാണ്, അവർ മുഖ്ലിസീങ്ങളാണ്. അമാനത്താണ്. ഇങ്ങോട്ട് നോക്ക്, പറഞ്ഞല്ലേ, കിട്ടിയതെല്ലാം അമാനത്താണ് എന്ന ബോധമുണ്ടായിരുന്ന ആളുകളായിരുന്നു അവര്. അപ്പോഴവർ നേടും. കിട്ടിയതൊക്കെ എന്റേതാണെന്ന് വിചാരിച്ചാൽ നശിക്കും. ഞാൻ സംഭവം പറഞ്ഞുതരാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാത്ര പോകാൻ വേണ്ടി ഒരു ഒട്ടകത്തെ കൂലിക്ക് വന്നു. ഇങ്ങനെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാം. നിങ്ങൾ അവരെ ബോധം മനസ്സിലാക്കണം, അവരെ ബോധം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു യാത്രക്ക് പോകാൻ വേണ്ടിയിട്ട്, ഒരു യാത്രയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരു ഒട്ടകത്തെ കൂലിക്ക് വന്നു. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണം. അതിന് എന്റെ ഒട്ടകത്തിന് എത്ര വില എന്ന് വെച്ചു, വില നിശ്ചയിച്ചു. അങ്ങനെ അത് സമ്മതിച്ചു. ആ വില കൊടുത്ത് കൂലി ഒട്ടകത്തിന് വില വാങ്ങല്ല. ഇന്നാലിന്റെ നാട്ടിൽ നിന്ന് ഇന്നാലിന്റെ നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ മറ്റൊരുത്തന്റെ ഒട്ടകത്തെ കൂലിക്ക് എടുക്കുക. നമ്മൾ കാറൊക്കെ എന്താ പറയാ, റെന്റ് കാറൊക്കെ എടുക്കൂലേ, എന്നതുപോലെ കൂലിക്ക് എടുത്തു. അങ്ങനെ ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യണം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ എന്ത് ചെയ്തു പോയിന്നറിയോ? പിന്നെ അദ്ദേഹം ഖുർആൻ ഓതി, ഒട്ടകപ്പുറത്ത് ഇരുന്ന് ഇങ്ങനെ ഖുർആൻ ഓതിയപ്പോൾ യാത്രാ സംഘം മുന്നിൽപ്പെട്ടു, അദ്ദേഹം ബാക്കിലായി. അങ്ങനെ ബഹുമാനപ്പെട്ടവര് തല വിയർത്തപ്പോൾ എന്ത് ചെയ്തു? തലയെക്കെട്ട് അഴിച്ചിട്ട് ഒട്ടകപ്പുറത്ത് വെച്ചു, ഒട്ടകക്കെട്ടിന്റെ അവിടെ വെച്ചു. തെന്നി അറിയാതെ നമ്മളെ ബാക്ക് എന്റെ അടിഭാഗത്തിൽ പിടുത്തുണ്ടാവും വിചാരിച്ചിട്ട് അത് തെന്നി പോകൂലെന്ന് വിചാരിച്ച് അങ്ങനെ അവിടെ വെച്ചു. ഒട്ടകക്കെട്ടിന്റെ ബാക്ക് ഭാഗത്ത് ഒട്ടകക്കട്ടിലുണ്ടാവും, ഒട്ടകപ്പുറത്ത് അടിഭാഗത്ത് ബാക്ക്. അപ്പൊ ഇത് തടവുണ്ടല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ഇരുന്നു. ഈ ഖുർആന്റെ ഓത്തിന്റെ രസത്തിൽ ലയിച്ചു പോയി. ആര്? അറിയാതെ ഈ തലക്കെട്ട് മെല്ലത്തല തെള്ളി വഴിയിൽ വന്നു. പിന്നെ യാത്ര കുറെ പോയി. ഒരു സ്ഥലത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ ഒരാൾ വന്നു. അയാൾ പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും തലയെക്കെട്ട് വീണിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഖലീഫ നോക്കുമ്പോ ഖലീഫന്റെ തലയെക്കെട്ട് കാണാനില്ല. നിന്റെ തലയെക്കെട്ട് വീണിട്ടുണ്ട്, കാണാനില്ല. അപ്പോൾ പറഞ്ഞു, ഞാൻ വഴിയാത്രയില് ഇന്നാലിന സ്ഥലത്ത് വെച്ച് ഒരാളുടെ പ്രൗഢമായ തലയെക്കെട്ട് വീണ് കിടക്കുന്ന കണ്ടു. പിന്നെ അത് ആളെ കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല എന്നൊന്നു. അപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വേഗം ധൃതിയിൽ നടന്നു. എല്ലാരോടും പറഞ്ഞു, എന്ത്, ഞാൻ തിരിച്ചു വരുന്നവരെ ഒട്ടകത്തെ എണീപ്പിച്ച് പോകരുത്, ഞാൻ കൊണ്ടുവരട്ടെ എന്നുണ്ട്. ഖലീഫ എന്തിനു പോയി? ഈ തലയെക്കെട്ടെടുക്കാൻ വേണ്ടി പോയി. നടന്നുപോയി. അങ്ങനെ പോയി ദൂരെ, വളരെ ദൂരം നടന്നു പോയിട്ട് എന്ത് ചെയ്തു? തലയെക്കെട്ടും കൊണ്ട് തിരിച്ചു വന്നു. സൈന്യത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അവര് ചോദിച്ച്, ഒട്ടകല്ലേ ഖലീഫ, എന്തിനങ്ങൾ നടന്ന്? അപ്പോൾ പറഞ്ഞ്, ഒട്ടകം എന്റെ കയ്യിൽ ഇജാറത്തിന്റെ അമാനത്താണ്, ഇതിലത് പെടൂല, അതുകൊണ്ട് ആ ദൂരം ഒട്ടകത്തിൽ പുറത്തു പോകാൻ പാടില്ല. എന്താപ്പാ പറഞ്ഞ്? ഞാൻ വാടക എടുത്തപ്പോൾ ഇത് പറഞ്ഞിട്ടില്ല. എന്ത്? എന്റെ തലയെക്കെട്ടോ മറ്റോ വീണു പോവുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വന്നിട്ട് അത് എടുക്കാൻ കൂടി എന്റെ ഒട്ടകത്തെ ഉപയോഗപ്പെടുത്തുമെന്ന് വാടക പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഒട്ടകത്തിന്റെ കാര്യത്തിൽ യജമാനനെ വഞ്ചിക്കാൻ പറ്റൂല. പരിധിക്കപ്പുറം അവന്റെ ഒട്ടകത്തെ ക്ഷീണിച്ചാൽ അള്ളാന്റെ കോടതിയിൽ പറയുന്ന ഞാൻ പേടിക്കുന്നു, അതുകൊണ്ടാണ് നടന്നത്. എന്താ പറഞ്ഞ വർത്താനം? അപ്പൊ ചോദിച്ചുന്ന ഖലീഫ, നിങ്ങൾക്ക് ഞങ്ങൾ ഒരാളെ പറഞ്ഞയച്ചാ പോലെ? അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ മാത്രമാണ് ഞാൻ അധികാരം ഏറ്റെടുത്തത്. എന്റെ വീഴ്ചകൾ പരിഹരിക്കാൻ ഞാൻ അള്ളാഹുവിൽ നിന്ന് നിങ്ങളെ ഏറ്റെടുത്തിട്ടില്ല.
എന്താപ്പ പറഞ്ഞ്? ആ ജനത ജയിക്കല്ലാതെ തോൽക്കോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? അള്ളാന്റെ മാർഗത്തിൽ നിങ്ങളെ യുദ്ധത്തിന് കൊണ്ടുപോകാനാണ് ഞങ്ങളെ ഏറ്റെടുത്തത്. അല്ലാതെ ഇന്റെ വീഴ്ച കൊണ്ട് നിന്റെ തലയെക്കെട്ട് കൊയിഞ്ഞാടിയാൽ അത് പെറുക്കി പോരാനുള്ള അധികാരം ഞാൻ അള്ളാന്റെ നിങ്ങളെ പറ്റി വാങ്ങിയിട്ടില്ല. അതിന് ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ അള്ളാന്റെ കോടതിയിൽ എന്ത് പറയുന്ന എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ പോയത്. എന്താണ് പറഞ്ഞത് പഠിച്ചോനെ? ആ ജനത ജയിക്കൂലേ? കാരണം ഇതൊക്കെ അമാനത്താണ്. ഉറച്ച വിശ്വാസം അവർക്ക് ഉണ്ട്. ആ ജനത ജയിക്കോലോ? എങ്ങനെ ഒരു തോൽക്കുക? ഭയങ്കര സംഭവമാണ് അത്, ഭയങ്കര സംഭവമാണ്. ഞാനത് ഓർമ്മയെന്ന് പറഞ്ഞതാണ്. ആ സ്ഥലം താരീഖിൽ പരതിയാ കിട്ടും. ഷാമിലോ മറ്റുള്ള ഒരു യാത്രയാണ്. യാത്ര പോവുക, ഖലീഫ തലയെക്കെട്ട് വീണു പോയതിന്റെ പേരിൽ ഖലീഫ പിന്നെ തിരിച്ച് നടക്കുമ്പോ ഖലീഫ പറയാണ്, എന്ത് തിരിച്ചു വന്ന പറഞ്ഞു, എന്റെ ഒട്ടകത്തിന് എടുത്തുകൂടായിരുന്നു പറഞ്ഞപ്പോ എന്തു, വാടക എടുത്ത ഒട്ടകമാണ്, നിന്റെ ഒട്ടകല്ല, പോകാനുള്ളത് ഏറ്റിട്ടുള്ളൂ, വീഴ്ചകൾ പരിഹരിക്കാൻ വന്നു പോയാൽ അതുകൂടി ഞാൻ ഒട്ടകപ്പുറത്ത് പരിഹരിക്കും എന്ന് ഞാൻ കൂലി വില നിശ്ചയിച്ചപ്പോൾ ഭാഷാർത്താക്കിയിട്ടില്ല. അതുകൊണ്ട് അതേറെ ചെയ്താൽ അത് ഹറാമാണ്. അതിന്റെ കൂടി അവന്റെ ഒട്ടകത്തെ ഞാൻ ക്ഷീണിപ്പിച്ചാൽ അവനെ വഞ്ചിക്കലാണ്. വഞ്ചിക്കലിന് അള്ളാന്റെ കോടതിയിൽ മറുപടി തരാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ നടന്നു. എന്നാ പിന്നെ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞു വെച്ചുകൂടായിരുന്നോ? അള്ളാന്റെ ദീനിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി നിങ്ങളെ ഉപയോഗപ്പെടുത്താൻ മാത്രമാണ് ഞാൻ അധികാരി. അല്ലാതെ എന്റെ വീഴ്ചകൾ പരിഹരിക്കാൻ ഞങ്ങളെ മേലെ അധികാരിയല്ല. അത് നിന്റെ വീഴ്ചയാണ്, അത് പരിഹരിക്കേണ്ടത് ഞാൻ തന്നെയാണ്. എന്താ വർത്താനം? ഈ ജനത എങ്ങനെ മനുഷ്യന്മാരെ തകരുക? മനസ്സിലായ പറഞ്ഞത്? ആ ജനത തകരൂല. പിന്നെ ആ ജനത നേരെ ഫെർഡിനൻഡ് രാജാവിന്റെ കാലമായപ്പോഴത്തിന് ഫറോമാർക്ക് സംഭവിച്ച അബദ്ധം ഇവർക്കും സംഭവിച്ചു. ഇതൊക്കെ നമ്മളെ മുതലാണ് അവരാണ് മനസ്സിലാക്കി. അപ്പോൾ പിന്നെ അള്ളാന്റെ സഹായം അവർക്ക് നഷ്ടപ്പെട്ടു, ഇല്ലാതെയായി. നിങ്ങൾ ചോദിച്ചല്ലോ ഇനി അട്ടിമറിയില്ലേ? അട്ടിമറിയും. ആ ബോധം ജനത തിരിച്ചു വരണം, അല്ലാതെ വരൂല. ഒരു ശൈത്താന് പകരം മറ്റൊരു ശൈത്താനെ ഏൽപ്പിക്കാൻ അള്ള തീരുമാനിച്ചിട്ടില്ല. നമ്മളെ കയ്യിൽ നിന്ന് ഈ ശൈത്താനിയത്തും ഈ അഹങ്കാരവും പോയിട്ട് നമ്മൾ ഈമാൻ ഇസ്ലാമിലേക്ക് മടങ്ങിയാൽ അമാനത്തിന്റെ ബോധമില്ലാത്തവർക്ക് ഈമാൻ ഉണ്ടാവൂല. മാ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ വഖദ് ഖാല ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. ഈ വാക്ക് പറയാത്തൊരു വാക്ക് നബി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഏത് ചൊല്ലി ഹദീസ്? ഭയങ്കര ഹദീസാണ്. മാ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ വഖദ് ഖാല ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു. അമാനത്തില്ലാത്തവർക്ക് ഈമാൻ ഇല്ല എന്ന് പറയാത്ത ഒരു വാക്കും നബി പറഞ്ഞിട്ടില്ല. മാ ഖതബനാ റസൂലുള്ളാഹി, മുസ്ലിമിലുണ്ട് ഈ ഹദീസ്. മാ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ വഖദ് ഖാല ലഹാ ഈമാന ലിമൻ ലാ അമാനത ലഹു. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു.